പ്രൈസ് ദി ലോർഡ്. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വചനഭാഗത്ത് പത്രോസ് തന്റെ വിശ്വാസത്തെ ഏറ്റുപറയുന്നത് നമുക്ക് കാണാൻ കഴിയും. 27 മുതലുള്ള വചനഭാഗം: അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പോസിന്റെ കൈസരിക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി. വഴിയിൽ വെച്ച് ശിഷ്യന്മാർ അവരുടെ വിശ്വാസത്തിൻ്റെതായ ഒരു പടി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് യേശു ഇങ്ങനെ പറയുന്നത്. ജനങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് ചോദിച്ചു. അതിന് യോഹന്നാൻ സ്നാപകനെന്ന്, ഏലിയാവെന്ന്, പ്രവാചകന്മാരിൽ ഒരുവനെന്ന്, ഇങ്ങനെ മറ്റു ഓരോരുത്തരും പല വിധത്തിൽ പറഞ്ഞപ്പോൾ അവൻ അവരോട് പറയാൻ, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ ആരാണ്? ഈ ഒരു ചോദ്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ, നീ ആരാണ് കർത്താവേ എന്ന് ഉള്ള ആ ചോദ്യത്തിന് മറുപടി, നീ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. പിന്നെ തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു. കാരണം എല്ലാവരും അവനെക്കുറിച്ച് ആരാണെന്ന് പറയുമ്പോൾ അവൻ അവരോട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തുവാകുന്നു. അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. 3.5 വർഷക്കാലം കൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞവരായിരുന്നു അവർ. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കണ്ടവരാവര്. 5 അപ്പം എടുത്ത് 5000 പേരെ തീറ്റിപ്പോറ്റാനുള്ള കാരണം, 5 അപ്പം അവരുടെ തന്നെ കയ്യിലിരുന്നാൽ കൂടെയുള്ളവർക്കൊന്നും ഇത് കിട്ടുകയില്ലായിരുന്നു. ഈ 5 അപ്പം യേശുവിന്റെ കരത്തിലേക്ക് അവർ കൊടുത്തപ്പോഴാണ് പന്തി നിരത്തി ആളെ ഇരുത്തി കർത്താവ് അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് ആവശ്യപ്പടി ഭക്ഷിക്കാൻ കൊടുത്ത ശേഷം ബാക്കി കുട്ടകളിൽ ശേഖരിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ളത് നമുക്കൊന്ന് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ, പത്രോസിന്റെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ പോലെ, ആരാണ് എന്റെ ക്രിസ്തു എന്ന്, ഇതുപോലെ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമാണ് അവനെന്ന് നമ്മൾ തിരിച്ച് ജീവിതത്തിൽ മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഉള്ളത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക്, തൃപ്തി വരുന്ന വിധത്തിൽ, ബാക്കി വരുന്ന വിധത്തിൽ വർദ്ധിപ്പിച്ചു തരാൻ കഴിയുന്ന ഒരു കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന നിന്റെ കൂടെ ഉണ്ടെന്ന് നീ ഒന്ന് അറിഞ്ഞാൽ, എത്രയോ പ്രയാസപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ പ്രയാസങ്ങൾ ഒന്ന് കർത്താവിനൊന്ന് കൊടുക്കാവോ? രോഗത്തിന്റെ ഭാരത്താലാണ് ഇരിക്കുന്നതെങ്കിൽ ആ രോഗത്തിന്റെ ഭാരം ഒന്ന് കർത്താവിന് കൊടുക്കാവോ? സാമ്പത്തിക വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ സാമ്പത്തിക വിഷമതകളൊക്കെ കർത്താവിനൊന്ന് കൊടുക്കാവോ? കൊടുക്കുമ്പോൾ വിഷമതകൾ കൂട്ടിത്തരുമെന്നല്ല അതിന്റെ അർത്ഥം. ഈ വിഷമതകൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് വർദ്ധിപ്പിച്ചു തരുന്ന ഒരു കർത്താവാ നമ്മുടെ കർത്താവ്. അപ്പം വർദ്ധിപ്പിച്ചതുപോലെ നമ്മൾ എന്തു കൊടുത്താലും അത് വർദ്ധിപ്പിച്ചു തരിക എന്നല്ല കർത്താവ്. നമുക്ക് വേണ്ടത് വർദ്ധിപ്പിച്ചു തരുന്നവന്റെ കരത്തിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് ഈ വചനം കേൾക്കുമ്പോൾ, അത് മധ്യാഹ്നത്തിലാണോ, അത് പ്രദോഷത്തിലാണോ, അത് എപ്പോഴാണോ ഈ സന്ദേശം കേൾക്കുന്നത്, കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ആത്മാവിൽ, എന്റെ അകത്ത് വസിക്കുന്ന കർത്താവ്, എന്റെ പുറത്തു വസിക്കുന്ന ദൈവ സാന്നിധ്യം,
എന്നെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ, ഒരു കരുതൽ, ഒരു പ്രവൃത്തി എനിക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ഒരു പ്രവൃത്തിയുടെ നടുവിൽ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവൻ വഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ ഏറ്റു പറയണം, യേശു ആരാണ്? റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിന്റെ 8-9 പറഞ്ഞതുപോലെ വചനം നിനക്ക് സമീപസ്ഥമാണ്. യേശു അത് അവൻ അധരത്തിലും ഹൃദയത്തിലും വസിക്കുന്നു. ഹൃദയത്തിൽ യേശുവിനെ കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അധരത്തിൽ ഏറ്റുപറയുന്ന ഒരു മനുഷ്യനോ ഒരു ദൈവ മകനാണോ നമ്മളെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളെ അവൻ നോക്കിക്കൊള്ളും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നോക്കാൻ കഴിയുന്നവനെ കണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, പത്രോസ് ഏറ്റു പറഞ്ഞതുപോലെ നീ മറ്റാരുമല്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ പ്രാർത്ഥിക്കുന്നത്. നീ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്, ഭാരങ്ങൾ വഹിച്ച ദൈവമാണ്, ഞങ്ങളെ നടത്തിയ ദൈവമാണ്. നിന്റെ കൃപയാൽ ഞങ്ങളെ പരിപാലിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.